നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ അങ്ങനെ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ പോകുന്നു. ജൂഡ് ആന്റണി ഒരുക്കുന്ന തുടക്കമെന്ന ചിത്രത്തിലൂടെയാണ്, ആന്റണി പെരുമാവൂരിന്റെ നിർമ്മാണത്തിലൂടെയാണ്, 37ാമത്തെ ആശീർവാദ് സിനിമാസിന്റെ ആ ഒരു ബാനറിലൂടെയാണ് വിസ്മയ അങ്ങനെ മലയാളത്തിന്റെ നായികയായിട്ട് മാറാൻ പോകുന്നത്. ആയോധന കലകളിലൊക്കെ അഗ്രഗണ്യാണ് ട്ടാ നമ്മുടെ വിസ്മയ മോഹൻലാൽ. ഇടുക്കാരിയാണെന്ന് പറയാം. കിക്ക് ബോക്സിങ്, ഗുസ്തി, കരാട്ടെ എല്ലാവിധ ടെക്നിക്കുകളും ഈ കുട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തുടക്കമെന്ന സിനിമ പറയാനിരിക്കുന്ന കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരാളെ തന്നെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1991 വർഷത്തെക്കുറിച്ചാണ്. മോഹൻലാൽ ചിത്രങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ വർഷത്തിന്റെ പ്രത്യേകത? പറയൂ, എന്തുകൊണ്ടാണ് 91 വർഷത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അതിനൊരു പ്രത്യേകതയുണ്ട്. മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകളായിട്ട് നമ്മുടെ വിസ്മയ മോഹൻലാൽ ജനിച്ച വർഷം 1991. ജൂൺ 2-ാം തീയതി 1991 വർഷത്തിൽ അങ്ങനെ മോഹൻലാലിന്റെ മകൾ വിസ്മയ പിറവിയെടുത്തു. ആ വർഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളെ കുറിച്ച് ഒന്ന് നോക്കി നോക്കാം. ഏതൊക്കെയാണ് ആ വർഷം 1991 വർഷം ഇറങ്ങിയ ചിത്രമെന്ന് നോക്കിയാൽ വിസ്മയ ജനിച്ച വർഷമാണ്. ആ ജനിച്ച വർഷം ഇറങ്ങിയ ചിത്രങ്ങൾ, മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? ഒരു വ്യത്യസ്തമായ ഒരു തിരിഞ്ഞുനോട്ടം. 1991 വർഷത്തിൽ ഫെബ്രുവരി 8 മോഹൻലാലിന്റെ ആദ്യ ചിത്രം, 91 കാലത്തെ ആദ്യ ചിത്രമായിട്ട് ധനം കടന്നു വന്നു. ധനം കേട്ടിട്ടില്ലേ? ധനം, മുരളിയൊക്കെ ഉള്ള ധനം. മോഹൻലാൽ അതില് ശിവശങ്കരൻ എന്നൊരു കഥാപാത്രത്തെയാണ് ചെയ്തത്. ആ ചിത്രത്തിന്റെ സംവിധാനം സിബി മലയിലായിരുന്നു. കഥ ആരാന്നറിയാമോ? അക്കാലത്ത് മികച്ച തിരക്കഥാകൃത്ത് ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ധനം അങ്ങനെ 91 വർഷത്തിലെ ആദ്യത്തെ ചിത്രമായിരുന്നു. ആ വർഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളിലെ ആദ്യത്തെ ചിത്രമാണ് ധനം. ആ വർഷം തന്നെ, 91 വർഷം തന്നെ അടുത്തതായിട്ട് തിയേറ്ററിൽ എത്തിയൊരു ചിത്രമായിരുന്നു പ്രിയദർശന്റെ ഗോപുരവാസൽ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കഥ നമ്മുടെ ശ്രീനിവാസന്റെ കഥയായിരുന്നു. തമിഴ് ചിത്രമായിരുന്നു. കാർത്തിക് ആണ് ആ ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചത്. ഈ ചിത്രത്തിൽ കേളടി എന്ന് പറഞ്ഞിട്ടൊരു ഗാനമുണ്ട്. ആ ഗാനരംഗത്തിലൂടെയാണ് നമ്മുടെ മോഹൻലാൽ അങ്ങനെ അതിഥി വേഷത്തിൽ എത്തുന്നത്. അത് ആ ചിത്രം 91 വർഷത്തിൽ സംഭവിക്കപ്പെട്ടതായിരുന്നു. പിന്നീട് 91 വർഷത്തിൽ ആ മാർച്ചില് ലോഹിതദാസിന്റെ തിരക്കഥയിലൂടെ സിബി മലയിൽ സംവിധാനം ചെയ്ത ഭരതം, നാഷണൽ അവാർഡ്, ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് മോഹൻലാലിന് നേടിക്കൊടുത്ത കല്ലിയൂർ ഗോപിനാഥൻ എന്ന കഥാപാത്രത്തെ മികച്ചതാക്കി മാറ്റിയ ആ സിനിമ അടിപൊളിയല്ലേ? മോഹൻലാലിന്റെ കരിയറിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. നമുക്ക് ഉചിതമായിട്ട് നേരോടുകൂടി പറയാൻ പറ്റിയ പടമാണ് ഭരതം. ഇനി പറയാനുള്ള പടം ഏതാണെന്ന് അറിയാമോ? വാസ്തുഹാരം. ഈ ചിത്രത്തിനാണ് നമ്മുടെ വിസ്മയ മോഹൻലാലിന്റെ ജനനവുമായിട്ട് കൂടുതൽ അടുപ്പം ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, വിസ്മയ മോഹൻലാൽ ജനിച്ചത് ജൂൺ 2-ാം തീയതിയാണ്. ജൂൺ 2-ാം തീയതി 1991 വർഷത്തിൽ. വാസ്തുഹാര റിലീസ് ചെയ്യുന്നത് 1991 വർഷത്തിൽ ജൂൺ 3-ാം തീയതിയാണ്. കണ്ടില്ലേ അതിന്റെ ഒരു അടുപ്പം കണ്ടില്ലേ? അപ്പൊ വിസ്മയ മോഹൻലാൽ പിറവിയെടുത്തതിന്റെ അടുത്ത ദിവസമാണ് വാസ്തുഹാര തിയേറ്ററിലേക്ക് കടന്നു വന്നത്. സി വി രാമന്റെ കഥയിലൂടെ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വാസ്തുഹാര. വേണുഗോപാൽ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഈ വാസ്തുഹാര എന്ന് പറഞ്ഞ ചിത്രത്തിലെ സംഗീതം സലീൽ ചൗധരി ആയിരുന്നു. സലീൽ ചൗധരിനൊന്നും ആരും മറക്കില്ല. അതുപോലത്തെ മികവുറ്റ കലാകാരനാണ് സലീൽ ചൗധരി. ഈ 91 വർഷത്തിൽ തന്നെ അടുത്തതായിട്ട് തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു, ഏപ്രിലിൽ എത്തിയ ചിത്രമായിരുന്നു ടി.എ. റസാഖ് തിരക്കഥയൊരുക്കിയ കമൽ സംവിധാനം ചെയ്ത ചിത്രം വിഷ്ണുലോകം. ശംഖു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ച ചിത്രമായിരുന്നു. അടുത്തതായിട്ട് 91 വർഷത്തിൽ തന്നെ ആഗസ്റ്റിൽ കടന്നു വന്ന ചിത്രമായിരുന്നു, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ ഭയങ്കര വീർത്തൊരു മനുഷ്യനായിട്ട് അവതരിച്ച പടം അങ്കിൾ ബൺ. ഭദ്രൻ സംവിധാനം ചെയ്ത് ഭദ്രൻ തന്നെ രചനയൊരുക്കിയ ചിത്രമായിരുന്നു അങ്കിൾ ബണിലെ ചാർലി ചാക്കോ എല്ലാവരെയും ഞെട്ടിച്ച കഥാപാത്രമായിരുന്നു. ചാർലി ചാക്കോ വന്നതിന്റെ ഒപ്പം തന്നെ ആയിട്ട് ആ വർഷം 91 വർഷത്തിൽ തന്നെ പ്രിയദർശന്റെ വേണുനാഗവള്ളി കൂട്ടുകെട്ടിൽ പിറന്ന കുടുകുട ചിരിപ്പിക്കുന്ന, മലയാളികൾ ഇന്നും ക്ലാസിക് ആയിട്ട് നെഞ്ചിലേറ്റിയ ചിത്രമായിരുന്നു കിലുക്കം പിറവിയെടുത്തത് 91 വർഷത്തിലാണ്, ആഗസ്റ്റ് മാസത്തിലാണ്. വേണുനാഗവള്ളിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ. ഇതിലെ ജോജി അടിപൊളിയല്ലേ? അതുപോലെ ജഗദീഷ് ശ്രീകുമാർ ചെയ്ത കഥാപാത്രം, രേവതി ചെയ്ത കഥാപാത്രം ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിലകന്റെ കഥാപാത്രം. അപ്പൊ അടിപൊളി പടമാണ് കിലുക്കം. പിന്നെ 91 വർഷത്തിൽ ആഗസ്റ്റ് മാസത്തിൽ തന്നെ കമലിന്റെ സംവിധാനത്തിലൂടെ പുറത്തെത്തിയ ചിത്രമായിരുന്നു
എല്ലാവരെയും ഞെട്ടിച്ച്. അതായത് വേറൊരു ടൈപ്പ് കഥ. ആ കഥ ആരും മറക്കില്ല. ഉള്ളടക്കം എന്ന ചിത്രം കടന്നു വന്നു. പി ബാലചന്ദ്രനായിരുന്നു ആ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്, രചന ഒരുക്കിയത്. ആ ചിത്രം കണ്ട ആരും മറക്കില്ല, ഡോക്ടർ സണ്ണി ആരും മറക്കില്ല. അടുത്തതായിട്ട് 91 വർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ പിറവിയെടുത്ത ചിത്രമാണ് വേണു നാഗവള്ളി രചനയും സംവിധാനവും നിർവഹിച്ച കിഴക്കുണരും പക്ഷി. ആനന്ദമൂർത്തി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ ചെയ്തത്. പിന്നീട് കടന്നു വന്ന ചിത്രമാണ് അഭിമന്യു, പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം. പ്രിയദർശന്റെ സംവിധാനത്തിലൂടെ അങ്ങനെ ടി ദാമോദരന്റെ തിരക്കഥയിലൂടെ അങ്ങനെ മലയാളികളെ ഞെട്ടിച്ച ചിത്രമായിരുന്നു അഭിമന്യു. 1991 വർഷം ഡിസംബർ 31 അങ്ങനെ ചിത്രം തിയേറ്ററിലെത്തി. ഈ ചിത്രത്തിന്റെ അടിപൊളി സീനുകൾ ഇന്നും യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. അടിപൊളിയാണ്. അതായത് അഭിമന്യു എല്ലാ യുദ്ധവും ജയിച്ച ഒടുവിലെ പത്മവ്യൂഹത്തിൽ പെട്ടുപോകുന്ന അഭിമന്യുവിന്റെ കഥ തന്നെയാണ് പ്രിയദർശൻ ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണിച്ചു തന്നത്. വേറൊരു സാഹചര്യത്തിലൂടെ, വേറൊരു കാലത്തിലൂടെ പോകുന്ന അഭിമന്യു. ഹരികൃഷ്ണൻ അടിപൊളിയായിട്ട് മോഹൻലാൽ ചെയ്ത ചിത്രമാണിത്. അപ്പൊ ഇത്തരം ചിത്രങ്ങളാണ്, ധനം മുതൽ അഭിമന്യു വരെ നീണ്ടു നിൽക്കുന്ന ചിത്രമാണ് 1991 ആ വർഷം പുറത്തെത്തിയ ചിത്രങ്ങൾ. അപ്പൊ നമ്മുടെ വിസ്മയ മോഹൻലാൽ ജനിച്ച വർഷം മോഹൻലാലിന്റെ ചിത്രങ്ങൾ തിയേറ്ററിൽ വന്ന ചിത്രങ്ങൾ ഇതാണ്. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ ചിത്രങ്ങളായിരുന്നു. മലയാളികൾ മറക്കാത്ത ചിത്രങ്ങളാണ്, മലയാളികൾ ഹൃദയത്തിലേറ്റിയ ചിത്രങ്ങളാണ്. നാഷണൽ അവാർഡും കൂടി കിട്ടിയ വർഷമാണ് 91 വർഷം, വിസ്മയ ജനിച്ച വർഷം. അപ്പൊ ഇത് മോഹൻലാൽ ഫാൻസിനും മോഹൻലാൽ ആരാധകർക്കും ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.